ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഫേസ് 3യുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് അനുസരിച്ച് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന തിരക്കിലായിരിക്കും. അതുപോലെ തന്നെ സ്പോട്ടുകളുടെ നോട്ടിഫിക്കേഷൻസ് വാച്ച് ഔട്ട് ചെയ്യുന്ന തിരക്കിലുമായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നിരുന്നാലും ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് വേണ്ടത്. ഒന്ന്, ഇതിൽ പറയുന്ന, ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളിലും മുഴുവനായിട്ട് ഇൻഡെപ്ത് നോളജ് ഇല്ല. അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എനിക്കറിയാത്തത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം. ഓക്കെ, കാരണം ഞാൻ അറിയാവുന്ന സോഴ്സുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാം. രണ്ട്, ഇഫ് ദിസ് വീഡിയോ ഈസ് മേക്കിംഗ് സെൻസ്, ഈ വീഡിയോയിലെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് സെൻസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലേക്ക് എത്തിക്കണം. കാരണം ഇതിൻ്റെ ലോജിക്ക് ചില സംഭവങ്ങളൊന്നും ഇപ്പോഴും ഗ്രേ ഏരിയ ആണ്, ക്ലിയർ അല്ല. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടൊരു ടോപ്പിക്കായിട്ട് കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോദ്യം ഇത്രയേ ഉള്ളൂ. സെപ്റ്റംബർ 5 വെളുപ്പിന് വന്ന പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഏകദേശം ഒരു 11 മണി 12 മണി ആയപ്പോൾ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞത് ക്യാൻസലായി. പെട്ടെന്ന് ഫൈനൽ അലോട്ട്മെൻറ്റ് തിരുത്തലോടുകൂടെ വരും. അതിനുള്ളിൽ തന്നെ കുട്ടികളെല്ലാം പല ദിക്കിലേക്ക് അഡ്മിഷൻസ് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാനായിട്ട് തുടങ്ങി. പലരും ട്രെയിനിൽ നിന്ന് കമൻറ്റുകളൊക്കെ എൻ്റെ പഴയ വീഡിയോയ്ക്ക് അയക്കേണ്ടായിരുന്നു, സാറേ എന്ത് ചെയ്യണം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ് CEE നമ്മുടെ കുട്ടികളെയും പാരൻസിനെയും ആക്കിയിരിക്കുന്നത്. നമ്മളിത് വെറുതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തമാശയ്ക്ക് പങ്കെടുക്കുന്നതല്ല. കമ്മീഷണറിന് കെട്ടാനുള്ള ഫീസ് അടക്കം നമ്മൾ അടച്ചിട്ടാണ് ഇത് പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ മീഡിയയിലൂടെ കേട്ട് അറിയാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ പ്രോപ്പറായിട്ട് അവരുടെ CE വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷനിലൂടെ അത് പറയേണ്ടതാണ് അവരുടെ ശരിയായിട്ടുള്ള പ്രോസസ്സ്. എന്തുകൊണ്ടാണ് ഒരു ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ ഈ മാറ്ററിൽ CEയുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്തത്? ഇതൊരു മിസ്റ്റേക്ക് ആയിരുന്നോ? ഇനി അത് മിസ്റ്റേക്ക് ആയിരുന്നില്ല, അവർ കറക്റ്റ് ചെയ്തോ? എന്ത് തരം കറക്ഷനാണ് ചെയ്തത്? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നൊരു കാരണമുണ്ട്. ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒരിക്കലും ഒരു മാനുവൽ പ്രോസസ്സല്ല. 10,000 കുട്ടികളുടെ ഡാറ്റ എക്സൽ ഷീറ്റിൽ എടുത്തിട്ട് മാനുവലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് സോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. അതിൻ്റെ ബിസിനസ് ലോജിക്ക് തന്നെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊരു ലൂപ്പിലിട്ട് ഇത് പ്രിഫേർഡ് ഓപ്ഷൻസിന് ഹയർ റാങ്ക് കൊടുത്തൊക്കെ അതൊന്നും മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതായത് ഇതിനൊരു സിമ്പിൾ പ്രോഗ്രാം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമാണ് പ്രൊവിഷണൽ ലിസ്റ്റിൽ പണ്ടത്തെയും പോലെ റണ്ണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പ്രോഗ്രാമിലൊരു മിസ്റ്റേക്ക് വരാം? പുതിയ സിനാരിയോസ് ഒന്നും കടന്നു വരാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. കാരണം റിസർവേഷൻ കാറ്റഗറി എല്ലാം ഫിക്സ്ഡ് ആണ്, സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി എല്ലാം ഫിക്സ്ഡ് ആണ്. ഇതിൻ്റെ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫിക്സ്ഡ് ആണ്. പ്രോസ്പെക്റ്റസ് മാറിയിട്ടില്ല. പിന്നെ എങ്ങനെ മാറ്റം വരും? ഇത് നിങ്ങൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഈ ഒരു ഡാറ്റ ഞാൻ അവിടെ കാണിക്കുന്നത്, ഇത് നമ്മുടെ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും ഇടുക്കി, കണ്ണൂർ, പാലക്കാട്, വയനാട് മുതലായിട്ടുള്ള ഗവൺമെൻറ് കോളേജുകളിലെ SM കാറ്റഗറിയിലെ സീറ്റ് മെട്രിക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവിടെ SM കാറ്റഗറിയിൽ ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇടുക്കിയിൽ 0 ആയിരുന്നു. ബാക്കി റിസർവേഷൻ കാറ്റഗറിയിലായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സീറ്റുകളും ഫിൽ ആയി. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് മാത്രം എക്സാമ്പിൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട് നോക്കിക്കോ, 0 ആയിരുന്നു, ഇപ്പോൾ 33 ഈ വർഷം. കണ്ണൂർ 13 എന്നുള്ളത് 32 വയനാട് എന്നുള്ളത് ഒരു സീറ്റ് മാത്രമേ SM കാറ്റഗറി എന്ന് പറയുന്നതിൽ ഫിൽ ചെയ്തുള്ളൂ. ഇപ്പോൾ 23 സീറ്റായി. ഇനി ഞാൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് SM പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷം 30% SM പോയിരിക്കുന്നത്. അതിൽ പ്രോസ്പെക്റ്റസിൽ പറയുന്ന 50%, പക്ഷേ ഈ വർഷം നോക്കുമ്പോൾ കറക്റ്റ് 50% വരുന്നുണ്ട്. ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോളേജിൻ്റെ എല്ലാ കോളേജുകളുടെയും CS ബ്രാഞ്ചിൽ ടോട്ടൽ SM ടോട്ടൽ സീറ്റ്സ് എന്ന് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസ്പെക്റ്റസിൽ എവിടെയൊക്കെയോ പറയുന്നുണ്ട് ഈ പെർസെൻറ്റേജ് ആണ് എടുക്കുക, അതൊന്നും നമുക്ക് ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയൊരു വ്യത്യാസം ഇവിടെ ഈ വർഷം വന്നിരിക്കുന്നത് ഈ അലോട്ട്മെൻറ്റിലെ എന്തെങ്കിലും ലോജിക്ക് മാറ്റിയത് കൊണ്ടാണോ എന്നാണ് ഇവിടുത്തെ ഒരു ചോദ്യം നമുക്കുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡാറ്റയൊക്കെ ഇവിടെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പ്രോസ്പെക്റ്റസിൽ 2024ലെയും 2023ലെയും പ്രോസ്പെക്റ്റസ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് വൈഡ് പ്രിൻസിപ്പൽ അലോട്ട്മെൻറ്റും അഡ്മിഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഈ സെക്ഷൻസിലൊന്നും യാതൊരു വ്യത്യാസങ്ങളുമില്ല. അതായത് 2023 എന്ത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് 2024 ഫോളോ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ കാറ്റഗറീസിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ SM ഹൈഫൺ ഒരു റിസർവേഷൻ, FL ഹൈഫൺ ഒരു. എനിക്ക് സത്യം പറഞ്ഞത് പ്രോസ്പെക്റ്റസിൽ വായിച്ച് നോക്കിയിട്ട് ഒരു സ്ഥലത്തും ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിൽ ഞാൻ നോക്കിയപ്പോൾ അവർ പറയുന്നത്
നമ്മൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഒരു നല്ല റാങ്കുള്ള കുട്ടിക്കൊരു നല്ല കോളേജിൽ ഹയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവർ സ്റ്റേറ്റ് മെറിറ്റിലാണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് കൊണ്ട് ഈവൻ ഒരു എക്സാമ്പിൾ പറയും ഈഴവ കാറ്റഗറി ആണെന്ന് വരിക. അപ്പോൾ അതിന് SM- ഈഴവ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ആ കോളേജിൽ ആ കുട്ടിയുടെ അലൊക്കേഷൻ വരാം. അവിടെ എന്ത് സംഭവിച്ചു, ഒരു സീറ്റ് എക്സ്ട്രാ SM പോയിരിക്കുന്നത് കൊണ്ട് ശരിക്കും ഈ ഹൈഫൺ ഇല്ലെങ്കിൽ വെറും SM എന്ന് പറഞ്ഞാൽ ആ സീറ്റ് അവിടെ SM കാറ്റഗറിയിൽ ക്ലിയർ കട്ടായിട്ട് പോയി എന്നർത്ഥം. ഹൈഫൺ കേസുകളെല്ലാം പിന്നീടത്തേക്ക് അത് SM കാറ്റഗറിയിലേക്ക് ബ്ലോക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് ഒരു എക്സ്ട്രാ SM കാറ്റഗറി ആ കോളേജിൽ വരുന്നത് കൊണ്ട് മറ്റൊരു കോളേജിൽ ആ ഈഴവ കാറ്റഗറി ഒരെണ്ണം എന്ത് ചെയ്യണം, കൂട്ടണം അല്ലേ. അപ്പോൾ SM കാറ്റഗറി ഇവിടെ കൂടിയപ്പോൾ ഈഴവ കാറ്റഗറി കുറഞ്ഞപ്പോൾ മറ്റു സ്ഥലത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് FL/ എന്നും പറഞ്ഞിട്ട് ഇടുക്കി പോലെയുള്ള കോളേജുകളിൽ, ഇതാണ് ഇടുക്കിയിൽ കുറേ ഫേസ് 1 ഫേസ് 2 FL-Z കാണാൻ പറ്റും. അപ്പോൾ ഈ യൂട്യൂബേഴ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്സിന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, ഈ ഒരു പ്രോസസ്സിൽ കൂടെ അവരെന്താണ് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ SM ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ എ ബ്രാഞ്ച് അക്രോസ് ദ സ്റ്റേറ്റ് ഫോർ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് ഒരു പുട്ടുകത ഒരു ബോക്സാണ്. അതുപോലെ തന്നെ ഈഴവ അല്ലെങ്കിൽ മറ്റുള്ള SEBC അതുപോലത്തെ ബക്കറ്റുകളെല്ലാം 10%, 30%, 10% എന്നൊക്കെ ഫിക്സ്ഡ് നമ്പർ അക്രോസ് ദ സ്റ്റേറ്റ്. അപ്പോൾ അതാണ് സ്റ്റേറ്റ് വൈഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ FL-EZ ഒക്കെ EZ മാറുകയും ഈ വർഷം ഈ FL-EZകൾ ഇടുക്കി പോലെയുള്ള കോളേജുകൾ SM മാറുകയും ചെയ്യുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടണം, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഈ ലോജിക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് CE എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി എൻ്റെ പ്രധാനപ്പെട്ട വലിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ SM- അല്ലെങ്കിൽ FL- സംഭവങ്ങൾ പ്രോസ്പെക്ടസിൽ വിവരിക്കാത്തത്? നമുക്ക് ഇതൊരു സ്ഥലത്തുനിന്നും കിട്ടാൻ മാർഗ്ഗമില്ല. ഇത് എവിടെയാണിത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ ഈ FL-SM ഒഫീഷ്യലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യാം. ഇനി നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ഈ വർഷത്തെ ഈ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 പ്രൊവിഷണൽ റോങ് ആയിട്ട് വന്നത്, പിന്നെ ഫേസ് 3 ഫൈനൽ ഇത് വന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ SM- FL- ഒക്കെ സാധാരണ ഒരു ഇൻ്ററിം ഫേസിൽ വരികയും ഫൈനൽ ഫേസിൽ വരും ഈ ഹൈഫണൊക്കെ മാറ്റിയിട്ട് ഫൈനൽ കാറ്റഗറി റാങ്കാണ് അവരിടുക. ഇത്തവണ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് 2 കൂടെ ഒഫീഷ്യലായിട്ടൊരു ഫേസസ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂറ്റി തീർന്നു. ഫേസ് 3 എന്ന് പറയുന്നത് മോർ ഓഫ് എ വാക്കൻസി ഫില്ലിംഗ് ടൈപ്പ് ഒരു സംഭവമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേസ് 2ൻ്റെ അവസാനത്തിൽ തന്നെ ഈ ഹൈഫൺ പരിപാടി നിർത്തിയിട്ട് കറക്റ്റ് കാറ്റഗറിയിലേക്ക് നെയിൽ ഡൗൺ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ വാക്കൻസി ഫില്ലെന്ന് പറയുകയും ഫേസ് 2 ഹൈഫൺ നിലനിൽക്കുകയും ചെയ്തതോടുകൂടി ഫേസ് 3 വന്നപ്പോൾ ഈ പ്രൊവിഷണൽ വന്നപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ കുറച്ച് കുട്ടികളുടെ പരാതികളും പാരൻസ് ഡിസ്ക്രിപ്പൻസി നോട്ട് ചെയ്യുകയും അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെയാണ് ഇത് വീണ്ടും മീഡിയയിലൊക്കെ വന്ന് ഇത് പറയുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പിൻവലിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇനി നിങ്ങൾ നോക്കി ഈ 4ാമത്തെ പോയിന്റിൽ ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ പറയാം. നിങ്ങൾ നോക്കി ഈ 4ാമത്തെ ഒരു പോയിന്റ് നോക്കാം. ഈ കുട്ടിക്ക് റാങ്ക് 7-4-6 വന്ന കുട്ടിക്ക് ആദ്യം ഇടുക്കി CS-EZ കിട്ടി, പിന്നെ ഫേസ് 2 മാറിയില്ല. ഫേസ് 3 ആ കുട്ടിയുടെ പേരുണ്ടായില്ല. അതിൻ്റെ അർത്ഥം ഈ കുട്ടിക്ക് ഇടുക്കി CS-EZ ആയിരിക്കും, ഈഴവ കാറ്റഗറി ആയിരിക്കും ഫൈനൽ നടത്തും. പക്ഷെ കറക്ഷൻ വന്നപ്പോൾ ഇടുക്കിയിൽ CS സ്റ്റേറ്റ് മെറിറ്റിൽ ആ കുട്ടിക്ക് കിട്ടി. ഇനി പോയിന്റ് നമ്പർ 3 ഇതുപോലെ തന്നെ ആദ്യം അലോക്കേഷൻ ഒന്നും ഉണ്ടായില്ല. റോങ് പ്രൊവിഷൻ വന്നപ്പോൾ കോഴിക്കോട് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് SM കിട്ടി. പക്ഷേ ഫേസ് 3 അത് റോങ്ങാന്ന് അവർ സമ്മതിച്ചിട്ട് കറക്ഷൻ വന്നപ്പോൾ എന്തുണ്ടായി, ഇടുക്കിയിൽ വീണ്ടും സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടി. വേറൊരു കുട്ടിക്ക് ഇതുപോലെ മെയ്സ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ തൃശ്ശൂർ സിവിൽ എഞ്ചിനീയറിംഗ് മെറിറ്റിൽ കിട്ടിയത് പ്രൊവിഷണൽ തെറ്റായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കറക്ഷൻ വന്നപ്പോൾ എന്തുണ്ടായി, ഇടുക്കിയിൽ വീണ്ടും സ്റ്റേറ്റ് മെറിറ്റ് കിട്ടി. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇടുക്കിയിൽ CS സ്റ്റേറ്റ് മെറിറ്റുകളുടെ ആ ഒരു കാറ്റഗറൈസേഷൻ്റെ നമ്പർ ഓഫ് സീറ്റ് കൂടിയത് കൊണ്ട് വേറെ ഒരുപാട് കുട്ടികൾക്ക് ഹയർ ഓപ്ഷൻ ഇടുക്കി CS കൊടുത്തിരുന്ന കുട്ടികൾ ഈ വർഷം കിട്ടി എന്ന് വേണം ഈ ഡാറ്റയിൽ നിന്ന് കരുതാൻ. അതുകൊണ്ടാണ് ലാസ്റ്റ് റാങ്ക് ഇടുക്കിയിൽ ഇത്തവണ 20,000 അല്ലെങ്കിൽ 12,000 ഒക്കെ നമ്മൾ നേരത്തെ അനലിസ്റ്റ് കണ്ടത്. കഴിഞ്ഞ വർഷം ഇടുക്കിയിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ഇല്ല. അപ്പോൾ ഇതാണ് നമുക്കറിയേണ്ടത്, എന്താണ് ഈ വർഷം മാറിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ഇത് ഈ കറക്ഷൻ ഇവർ ചെയ്തതും ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ
എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരത്ത് ചെറിയ വ്യത്യാസമുള്ളൂ. CSEZ എന്ന് പറയുന്നത് കറക്ഷനിൽ അങ്ങനെ വന്നു. അതിനു മുമ്പ് ഇലക്ട്രോണിക്സ് ആയിരുന്നു, അത് കറക്ഷൻ CSEZ. ഇനി അതിന് മുൻപ് ഈ കുട്ടിക്ക് തൃശ്ശൂർ CSSM ആയിരുന്നു. അപ്പോൾ ഫൈനലി എന്ത് സംഭവിച്ചത്, തിരുവനന്തപുരത്ത് CSEZ ആണ് കുട്ടിക്ക് ഫൈനലി കറക്ഷൻ വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ല ഹൈഫൺ പരിപാടി SM-Z ആയിരുന്നു, അത് മാറിയിട്ട് Z ആയി. എന്നിട്ട് ഇവർ പറയുന്നത് ആദ്യം പറഞ്ഞു നോ ചേഞ്ച് എന്ന് പറഞ്ഞു, പിന്നെ പറയുന്നത് ഇത് ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ ലോജിക്ക് അനുസരിച്ചിട്ട് ഈ SM ആണ് റിസർവ് ചെയ്തിരിക്കുന്ന SM സീറ്റിലാണ്, SM സീറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെയും എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് വളരെ വ്യക്തമാണെന്നാണ് ഈ എക്സാമ്പിളുകളിലൂടെ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാവും. അൺലെസ് അണ്ടിൽ ഐ എം മിസ്സിങ് ഔട്ട് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, റൈറ്റ്. നമുക്ക് സിഇയോട് എന്താണ് ചോദിക്കാനുള്ളത്, കുട്ടികൾക്കും പാരൻസ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയോടും. ഒന്നാമത്തെ കാര്യം, പ്രൊവൈഡ് എ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഫോർ ദ റീസൺ ഫോർ പുള്ളിങ് ബാക്ക് ഓർ ക്യാൻസലിംഗ് പ്രൊവിഷൻ. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവർ പറയണം. അത് മാനുവൽ മിസ്റ്റേക്ക് ആയിരുന്നതോ പ്രോഗ്രാമിൻ്റെ ലോജിക്കിൽ അവർ മാറ്റങ്ങൾ വരുത്തിയോ എന്ന് പറയണം. ഇനി ഈ SM-FL- പരിപാടികൾ എന്താണെന്ന് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ അവർ വിവരിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. ഇത് മിസ്സിംഗ് ആണ് പ്രോസ്പെക്ടസിൽ. ഇനി ഇടുക്കി, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കണ്ണൂർ മുതലായിട്ടുള്ള കോളേജിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയുടെ നമ്പർ ഓഫ് സീറ്റ്സ് താരതമ്യേന കൂടി എന്നുള്ളത് അവർ കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരേണ്ടതാണ്. ഞാനിത് ചോദിക്കുന്നത് ഫ്രീ ആയിട്ടില്ല, ഇതൊക്കെ പൈസ അടച്ച് കുട്ടികൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ അവകാശമാണ്. ഇനി ഈ അലോക്കേഷൻ ലോജിക്കിൽ തന്നെ 2024-23 അപേക്ഷിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, എസ്പെഷ്യലി ഫോർ റിസർവേഷൻ കാറ്റഗറീസ് ആൻഡ് SM കാറ്റഗറീസ്, കൃത്യമായിട്ട് അത് CE പറയേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, അവസാനത്തെ പോയിന്റ്, ഇത് എനിക്ക് ക്ലാരിറ്റി കുറവ് കൊണ്ടായിരിക്കാം, നിങ്ങൾ തിരുത്താനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ വീണ്ടും നമുക്കിത് റേസ് ചെയ്യേണ്ട. ഈ സ്റ്റേറ്റ് വൈഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് പ്രോസ്പെക്ടസിൽ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അത് ചില വർഷങ്ങളിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ചില വർഷങ്ങളിൽ ഫോളോ ചെയ്യുന്നില്ല എന്നാണോ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു റിസർവേഷനുള്ള ഒരു കുട്ടിക്ക് ആദ്യം ഇവരുടെ ലോജിക്ക് ചെക്ക് ചെയ്യേണ്ടത് സ്റ്റേറ്റ് മെറിറ്റിൽ ആ കുട്ടി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിലെല്ലാം കൂടെ സ്റ്റേറ്റ് മെറിറ്റിൽ ആ കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാൻ ഫസ്റ്റ് പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. പറ്റിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ഏത് കോളേജിലാണോ ആ കുട്ടിയുടെ ഓപ്ഷൻസ് എല്ലാ ഓർഡറും സ്കാൻ ചെയ്യണം, സ്റ്റേറ്റ് മെറിറ്റ് അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത കുട്ടിയിലേക്ക് പോകും. ഇനി അവിടെ ഈ കുട്ടിയുടെ ഇതിൽ സ്റ്റേറ്റ് മെറിറ്റ് ഒന്നുമില്ല, കാറ്റഗറിയുടെ ഇത് മാത്രമേ ഉള്ളൂ, അത് ഹയർ ഓപ്ഷനിൽ ഒരു ഈഴവ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിൻ്റെ കാറ്റഗറിക്ക് അവിടെ റിസർവേഷൻ കാറ്റഗറിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടാണ് അതത് കൊടുക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാ കോളേജിലും ഒരുപോലെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ചില കോളേജുകളിൽ പ്രോസ്പെക്ടസ് പറയുന്നുണ്ട്, ചില കോളേജുകളിൽ ഈ 50% SM, നോൺ SM ഒക്കെ ബാക്കിയുള്ള 50%, അതായത് EW 10%, SC/ST പുട്ടുകുതർ 10%, SEBC പുട്ടുകുതർ 30%, ഇത് ബാക്കി ഏതൊക്കെ കോളേജിന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, അതോ ഇതൊക്കെ സ്റ്റേറ്റ് വൈഡ് ആണോ? ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഇപ്പോഴും എനിക്ക് അറ്റ്ലീസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 4 ചോദ്യം ക്ലിയർ കട്ടായിട്ട് സിഇയോട് നമുക്ക് എല്ലാവർക്കും ചോദിക്കേണ്ടതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. 5ാമത്തെ ചോദ്യം നിങ്ങൾക്കിതിന് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റിലിടാം, അതല്ലെങ്കിൽ നമുക്കിത് ഷെയർ ചെയ്ത് എന്തായാലും ഇത് സിഇയുടെയും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെയും അറ്റൻഷനിലേക്ക് എത്തിക്കണം എന്ന് ഉള്ളൊരു വിനീതമായിട്ടുള്ളൊരു അഭിപ്രായത്തോടു കൂടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം തിരക്കിലാണ്, സ്പോട്ടും നോർമൽ അഡ്മിഷൻസും കാര്യങ്ങളായിട്ട്. പക്ഷേ ഇത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കണ്ടില്ലാതെ നടിച്ചു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ ആർക്ക് വേണമെങ്കിൽ എന്ത് തരത്തിലുള്ള അലോട്ട്മെൻറ്റും അവിടെ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ എത്ര പേര് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിരിക്കുന്നത്, അവരുടെ എണ്ണത്തിനും ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന പുതിയ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ആരും ഇത് മൈൻഡ് ചെയ്യാതെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻസ് സംഭവിക്കില്ല. സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് റേസ് ചെയ്യേണ്ട സമയത്ത് റേസ് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ റേസ് ചെയ്താൽ മാത്രമേ നമുക്കിതിന് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കൂടുതൽ. ഞാനിതൊരു വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കാരണം നമുക്കറിയില്ല. പക്ഷേ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ചോദിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.